മനുഷ്യരുടെ റൂഹുകളുടെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുകയാണ്. റൂഹുകളുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾക്കാർക്കും ഓർമ്മയില്ലാത്ത ഘട്ടമാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ്, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ സവിധത്തിൽ ഞാനും നിങ്ങളുമൊക്കെയും ഒരുമിച്ചുകൂടിയ ഒരു കാലമുണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഓർമ്മയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾക്കത് നിഷേധിക്കാൻ പറ്റൂല. കാരണം ഇവിടെ ഒത്തുകൂടി ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്ക്. എല്ലാവരോടുമായി ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും ജനിച്ച ദിവസമുണ്ടല്ലോ, ഉറപ്പാണല്ലോ. ആ ജനിച്ച ദിവസം എന്തൊക്കെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നടന്നു എന്ന് ഒന്ന് ഓർത്തു നോക്കിയ ആർക്കെങ്കിലും കിട്ടുമോ? ഒരാൾക്കും കിട്ടൂലല്ലോ. ഞാനും നിങ്ങളും ജനിച്ച ദിവസം, ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ദിവസം, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വീടിലോ നമ്മൾ ജനിച്ചു വീണ ദിവസം എങ്ങനെയായിരുന്നു എന്റെ അവസ്ഥയെന്ന് സ്വന്തം ശരീരത്തിൽ ഓർമ്മയുള്ള ഒരാള് ഈ സദസ്സിലുണ്ടോ? ആരുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഓർമ്മയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾക്കൊരു കാര്യം നിഷേധിക്കാൻ കഴിയില്ല. ഓർമ്മയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തെ നിഷേധിക്കാൻ നമ്മൾക്ക് കഴിയില്ല. നമ്മൾ ആലമുൽ അർവാഹിൽ നമ്മളുടെ ഒക്കെ റൂഹുണ്ടായിരുന്നു. ആലമുൽ അർവാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ ഈ ലോകത്തെ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എല്ലാ റൂഹുകളെയും അല്ലാഹു സന്നിവേശിപ്പിച്ച് നിർത്തിയിരുന്നു. അവിടെ നമ്മളുടെ റൂഹ് ഉണ്ടായിരുന്നു. അതാ ഒന്നാമത്തെ നമ്മളുടെ റൂഹിന്റെ ഘട്ടം. നമ്മൾ ആ ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. ആ ഘട്ടം പിന്നിട്ടു. ആലമുൽ അർവാഹിലുള്ള ഘട്ടം പിന്നിട്ട് നമ്മൾ രണ്ടാം ഘട്ടമായ ആലമുൽ അർഹാം, നമ്മളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അത് നമ്മളുടെ റൂഹിന്റെ രണ്ടാമത്തെ ഘട്ടമാണ്. അത് നമ്മളുടെ മാതാവ് 4-ാം മാസമാകുമ്പോ നമ്മളുടെ വന്യമാതാവിന്റെ വയറിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് റൂഹോതുകയാണ്. എന്ന് പറഞ്ഞാൽ ആലമുൽ അർവാഹിൽ ഉണ്ടായിരുന്ന എന്റെയും നിങ്ങളുടെയും റൂഹ് നമ്മളുടെ ഉമ്മാന്റെ വയറിനകത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ആ റൂഹിനെ സന്നിവേശിപ്പിക്കുന്നു 4-ാമത്തെ മാസം. അപ്പോൾ ആ സമയത്തോടുകൂടെ നമ്മളുടെ റൂഹിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു. രണ്ടാം ഘട്ടം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളുടെ റൂഹിന്റെ ഘട്ടം. നമ്മൾ വന്ന വഴിയെന്ന, ഞാനിത് ചരിത്രമോ കഥയോ പറയല്ല, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും വന്ന വഴി ഓർമ്മപ്പെടുത്താൻ. ഈ പറയുന്ന ഞാനും ഇവിടെ ഇരിക്കുന്ന നിങ്ങളും സഹോദരിമാരായ ഉമ്മമാരൊക്കെയും വന്ന വഴി എങ്ങനെയാണെന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറയാൻ. അള്ളാന്റെ അടുത്തുള്ള ആലമുൽ അർവാഹ് കഴിഞ്ഞു. രണ്ടാമത്തെ ആലമുൽ അർഹാം, ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ലോകവും നമ്മൾ കഴിഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് നമ്മളുടെ റൂഹിനെ നിക്ഷേപിച്ചു. നമ്മളുടെ റൂഹിനെ 4-ാം മാസത്തിൽ നിക്ഷേപിച്ചു. അന്ന് അല്ലാഹു തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആലമുൽ അർഹാമിലേക്ക് നമ്മളുടെ റൂഹെത്തിയപ്പോ അല്ലാഹു തീരുമാനിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ? ആദ്യത്തത് അവന്റെ അജലാണ്. എത്ര വർഷം ഈ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ടോ? എത്ര കൊല്ലം, എത്ര വർഷം? നമ്മൾ അഭിമാനത്തോടൊക്കെ പറയുന്നില്ല എത്ര വയസ്സെനിക്കായി എന്ന്. ആ വയസ്സ് അല്ലാഹു അന്ന് തീരുമാനിച്ചതാണ്. 4-ാം മാസത്തിൽ നമ്മളുടെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് നമ്മൾ നിക്ഷേപിച്ചപ്പോ അല്ലാഹു തീരുമാനിച്ച ഒന്നാമത്തെ കാര്യമാണ് ഇവന്റെ ആയുസ് എത്രയുണ്ട് എന്നല്ലാഹു കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതിലപ്പുറം ഒരു ദിവസം പോലും എന്നല്ല, ഒരു നിമിഷം പോലും ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കൂല. എന്നാൽ അതേപോലെ രണ്ടാമത് ആ സ്ഥലത്ത് വെച്ച് എഴുതി വെച്ച കാര്യമാണ് ഇവരുള്ള നമ്മൾക്കുള്ള നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ അളവ് അല്ലാഹു വന്ന് കണക്കാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണുന്നില്ലേ, പ്രായമായവർ പലരും, അതുപോലെ തന്നെ ചെറുപ്പക്കാരായവർ പലരും, നമ്മളൊക്കെ പലവിധ അസുഖങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിന് ലിമിറ്റ് വരികയാണ്. നമ്മളുടെ ഭക്ഷണത്തിന് ലിമിറ്റ് വരികയാണ്. നമ്മളുടെ ജീവിതാവസാന കാലം എന്ന് പറയുന്നത് ഒരുപക്ഷെ
നമ്മൾ ഈ ലോകത്ത് നിന്ന് വിടവണഞ്ഞു പോകാൻ നേരത്ത് നമ്മളുടെ ഭക്ഷണമൊക്കെ റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ്, ചുരുങ്ങുകയാണ്. അല്ല കണക്കാക്കിയതിനപ്പുറം ഒരു ഒറ്റ ചോറ് കഴിക്കാൻ നമ്മൾക്ക് കഴിയില്ല, അധികാരമില്ല, കഴിയില്ല. അതിനു മുമ്പ് നമ്മൾ ലോകത്ത് നിന്ന് ഇവിടെ പറയും. അള്ളാഹു കണക്കാക്കി വെച്ച ഭക്ഷണത്തിന്റെ അളവിൽ നിന്നും വെള്ളത്തിന്റെ അളവിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും അധികം കുടിക്കാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾക്ക് കഴിയൂല. അത് ഉറപ്പാണ്. അതെപ്പോ എഴുതി വെച്ചിട്ടുണ്ട്? എന്റെയും നിങ്ങളുടെയും റൂഹ് അലിമുൽ അർഹാമിൽ ഉമ്മാന്റെ വയറിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന റൂഹിനെ നിക്ഷേപിച്ച സമയത്ത് എഴുതി വെച്ചു, ഇവൻ ഇത്ര കൊല്ലം ജീവിക്കും, ഇവൻ ഇത്ര കൊല്ലം വെള്ളം കുടിക്കും, ഇത്ര കൊല്ലം ഭക്ഷണം കഴിക്കും. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നില്ലേ പലരും, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, കിഡ്നിയുടെ ഒക്കെ അസുഖം വന്നിട്ട് ഒരു ദിവസം കുടിക്കേണ്ട വെള്ളത്തിന് ലിമിറ്റാണ്, അതിലപ്പുറം കുടിക്കാൻ കഴിയില്ല. കാരണം ആ ലിമിറ്റ് അവന്റെ ഭക്ഷണം കണക്കാക്കിയ ദിവസത്തെ അവൻ കഴിച്ചു കഴിഞ്ഞു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു മാറാവ്യാധികളിൽ നിന്ന് നമ്മളെ കാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ ഘട്ടം ആലമുൽ അർവാഹിൽ നിന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക്. പിന്നെ മൂന്നാമത്തെ ഘട്ടം ആരംഭിക്കുന്നത് എന്റെ പ്രിയമുള്ള